السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ 7ാമത്തെ നോമ്പിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലകളിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ധന്യരാകാൻ അല്ലാഹു തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന് ധാരാളമായി ദിക്ർ ചൊല്ലുകയും അതിലൂടെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നവനാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു പറയുന്നു, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ആശ്വാസമെടുക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിൻ്റെ ദിക്റിലൂടെയാണ് മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത്, ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാവുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉടനീളം ദിക്റുകളാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിലൂടെ അവൻ്റെ സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും അവന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ്. മഹാന്മാരായിരിക്കുന്ന ഉലമാ പരിചയപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ട 7 ദിക്റുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാകണം എന്നതാണ്. അങ്ങനെ ആയാലോ, മഹാന്മാര് പറയുന്നു, മൻ ഹഫിള സബ്അ കലിമാത്തിൻ, 7 കലിമത്തുകളെ, 7 വാചകങ്ങളെ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി കൊണ്ടു നടന്നാൽ ഫഹുവ ഇൻദല്ലാഹി ശരീഫ്, അവൻ അല്ലാഹുവിൻ്റെ അടിയിൽ ഉന്നതനാണ്. വ ഇൻദൽ മലായികത്തി ശരീഫ്, അല്ലാഹുവിൻ്റെ മാലാഖമാർക്കരികിൽ അവൻ ശ്രേഷ്ഠനാണ്. അതോടൊപ്പം തന്നെ വഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവൻ്റെ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. വഇൻ കാനത് മിത്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിലുള്ള നുരകൾക്ക് സമാനമാണെങ്കിൽ പോലും വയജിദു ഹലാവത്ത ത്വാഅതി, അല്ലാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ കഴിയും. വതകൂനു ഹയാതുഹു വമമാതുഹു ഖൈറൻ ലഹു, അവൻ്റെ ജീവിതവും അവൻ്റെ മരണവും അവന് ഖൈറായിരിക്കുകയും ചെയ്യും. അതിനെന്ത് വേണം? 7 വാചകങ്ങളെ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഏതാണത്? 7 വാക്കുകളിൽ ഒന്നാമത്തേത് അവ്വലുഹാ അൻ യഖൂല ഇൻദ ഇബ്തിദാഇ കുല്ലി ഷൈഇൻ ബിസ്മില്ലാഹ്. ഏതൊരു നല്ല കാര്യത്തിന്റെ പ്രാരംഭത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. എന്തൊരു നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും ആരംഭിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. എന്നാൽ അവന്റെ ആ പ്രവർത്തനത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. രണ്ടാമതായി പറയുന്നു, അൻ യഖൂല ബഅദൽ ഫറാഗി മിൻ കുല്ലി ഷൈഇൻ അൽഹംദുലില്ലാഹ്. ഏതൊരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാലും ഏതൊരു കാര്യം പൂർത്തീകരിച്ചാലും ഉടനെ പറയണം അൽഹംദുലില്ലാഹ്. മൂന്നാമതായി മഹാന്മാര് പറഞ്ഞു, ഇദാ ജറാ അലാ ലിസാനിഹി ലഗ്വൻ ഔ അമില സൂഅൻ, ഇദാ ജറാ അലാ ലിസാനിഹി ലഗ്വൻ, അവന്റെ നാവിന്റെ മേൽ നിരർത്ഥകമായി വല്ലതും വന്നുപോയാൽ, ഔ അമില സൂഅൻ, അല്ലെങ്കിൽ അവൻ വല്ല തിന്മയും ചെയ്തു പോയാൽ, ഖല്ല ഔ കസുറ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, യഖൂലു ബഅദഹു, അതിന്റെ ഉടനവൻ പറയണം അസ്തഗ്ഫിറുല്ലാഹ്. നാലാമതായി
ഇദാ അറാദ അൻ യഖൂല അഫ്അലു ഗദൻ കദാ, നാളെ ഞാൻ ഇന്നത് ചെയ്യും എന്നൊരാൾ പറയാൻ ഉദ്ദേശിച്ചാൽ ഉടനെ ഫയഖൂലു അലാ തരിഹി ഇൻഷാ അല്ലാഹ്, അതിൻ്റെ ഉടനെ അവൻ പറയണം ഇൻഷാ അല്ലാഹ്, ഞാൻ നാളെ തരാം ഇൻഷാ അല്ലാഹ്, നമുക്ക് നാളെ പോകാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നാളെയിലേക്ക് ചേർത്തി, ഭാവിയിലേക്ക് ചേർത്തി എന്തൊരു കാര്യം പറയുമ്പോഴും അതിൻ്റെ ഉടനെ കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. അഞ്ചാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഇദസ്തഖ്ബലഹു മക്റൂഹൻ, അവന് വല്ല പ്രയാസവും നേരിടേണ്ടി വന്നാൽ, അവന് വെറുക്കപ്പെടുന്ന വല്ലതും നേരിടേണ്ടി വന്നാൽ അവൻ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആറാമതായി പഠിപ്പിച്ചു തരുന്നു, ഇദാ അസാബത്തുഹു മുസീബത്തും ഫിൻ നഫ്സി ഔ ഫിൽ മാലി ഖല്ല ഔ കസുറ, അവന്റെ ശരീരത്തിലോ സമ്പത്തിലോ ചെറുതോ വലുതോ ആയ വല്ല മുസീബത്തും അവനെ പിടികൂടിയാൽ യഖൂലു, അവൻ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവൻ പറയണം. ഏഴാമത്തതും അവസാനത്തതുമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ലാ യസാലു യജ്രി അലാ ലിസാനിഹി ഫീ ആനാഇൽ ലൈലി വ അത്റാഫിൻ നഹാർ, രാപ്പകലുകൾ ഭേദമന്യേ അവന്റെ നാവിലുടെ നീളം ഉണ്ടാവേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 7 വാചകങ്ങൾ ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ അവന് സാധിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ അരികിൽ ശരീഫാണ്, മാലാഖമാർക്കരികിൽ ശരീഫാണ്. സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായി അവൻ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു പാപമോചനം കൊടുക്കും. അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ അവന് കഴിയും. അവന്റെ ജീവിതവും അവന്റെ മരണവും അവന് ഖൈറുമാണ്. അതിനെന്ത് വേണം? എന്തു തുടങ്ങുമ്പോഴും ബിസ്മില്ലാ, വിരമിച്ചാൽ അൽഹംദുലില്ലാ, എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അസ്തഗ്ഫിറുല്ലാ, ഞാൻ നാളെ ചെയ്യാമെന്ന് നാളെയിലേക്ക് ചേർത്തി പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്, എന്തെങ്കിലും പ്രയാസം അവന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, എന്തെങ്കിലും മുസീബത്ത് അവന്റെ സമ്പത്തിലോ ശരീരത്തിലോ അവനെ നേരിട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറ്റവും അവസാനം അവൻ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.